ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ഈ വർഷം എല്ലാവർക്കും നല്ലതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സിനിമയാണ് കോ ഗയേ ഹം കഹാ. അനന്യ പാണ്ഡെ ഉണ്ട്, പിന്നെ സിദ്ധാന്ത് ചതുർവേദി, ആദർശ് ഗൗരവ്, ഇങ്ങനെ മൂന്നുപേരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം എങ്ങനെയുള്ള സ്റ്റോറിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു 3 ഫ്രണ്ട്സ്, അവർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ലവ് ഉണ്ട്. ആ ലവ് കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെ എഫക്റ്റ് ആവുന്നു, ആൻഡ് മൊബൈൽ, സോഷ്യൽ മീഡിയ ആപ്സ്, ഇതൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം എഫക്റ്റ് ആവുന്നു, ഇതാണ് ഈ സിനിമ ക്യാരി ചെയ്യുന്നൊരു പ്ലോട്ട്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഇപ്പം എന്താ ന്യൂജൻ പിള്ളേർക്ക് ഞാൻ പറയട്ടെ, കുറച്ച് ഓൾഡർ ജനറേഷൻ, ഒരു 90s ബാക്കിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ന്യൂജൻ ആൾക്കാർക്ക് ഓക്കെ, ഇപ്പോൾ ഉള്ള ട്രെൻഡിൽ നിൽക്കുന്ന പ്രേമവും അവരുപയോഗിക്കുന്ന ആപ്സും ഈ ടിൻഡർ അങ്ങനെയുള്ള സംഭവങ്ങൾ, എന്താ പറയുക, നമ്മൾ ഡേറ്റിംഗ് ആപ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ വരുന്ന പ്രശ്നങ്ങളും ഇതുകൊണ്ട് എത്രത്തോളം മനുഷ്യന് പ്രശ്നം വരുന്നു, മൊബൈൽ ഫോർ എക്സാമ്പിൾ, മൊബൈൽ കൊണ്ട് മനുഷ്യന് എത്ര പ്രശ്നം വരുന്നു, നമ്മൾ എത്രത്തോളം മറക്കുന്നു, മൊബൈലിൽ സ്ക്രീൻ ടൈം കാരണം നമ്മൾ എന്തൊക്കെ മിസ് ചെയ്യുന്നു. പിന്നെ ന്യൂ ഇയറിന് കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു സൂപ്പർ സിനിമ, ഞാൻ പറഞ്ഞല്ലോ, ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നല്ലപോലെ ടൈം പാസ് ആവുന്ന ഒരു സിനിമയാണ്. ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഡ്രാമയുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. ഈ വർഷം എന്തായാലും തുടക്കം നല്ലൊരു സിനിമ തന്നെ കണ്ടൊരു ഫീലും എനിക്ക് കിട്ടി. അനന്യ പാണ്ഡെ ഞാൻ പറഞ്ഞേ പറ്റൂ, കാരണം കുറേ ട്രോള് കിട്ടിയൊരു ആക്ട്രസസ് ആണ്. പക്ഷെ ഇതിൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാതെ ഒരു ഫാനായി മാറി. പുള്ളിക്കാരി നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാന്ത് ചതുർവേദി എല്ലാ സിനിമയിലും പോലെ തന്നെ ഈ സിനിമയിൽ നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് വന്ന ആദർശ് ഗൗരവ് ആയിക്കോട്ടെ, പുള്ളിക്കാരനും പുതിയതാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് ഈസ് എ ന്യൂ ആക്ടർ. പക്ഷെ പുള്ളിക്കാരൻ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ഒരു സിനിമയും കണ്ടിട്ടില്ലെങ്കിൽ, പുതിയതായിട്ട് റിലീസ് ആയതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ, തീർച്ചയായും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് തുടക്കമായിരിക്കും, നല്ലൊരു സിനിമയായിരിക്കും, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. മ്യൂസിക് വൈസ് എല്ലാം ടെക്നിക്കലി എല്ലാം സൂപ്പറാണ് പടം. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്ന് എൻ്റെ അടുത്ത് പറയാം ഗൈസ്. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.